അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം ഒരു സദസ്സിലായിരിക്കെ ഒരാൾ കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, യബ്ന അമ്മി റസൂലില്ല ഇന്നനി അഹ്ബബ്തു മിർആം, സഹോദരൻ, ഞാനൊരു സഹോദരിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഫഖതബ്തുഹ, ഞാൻ അവളെ വിവാഹമന്വേഷിച്ചു. പക്ഷേ ഫറഫലത്നി, അവൾ എന്നെ നിരസിക്കുകയാണ് ചെയ്തത്. എൻ്റെ വിവാഹാന്വേഷണം അവൾ സ്വീകരിച്ചില്ല. വഖതബഹ ഐരി, ഞാനല്ലാത്ത മറ്റൊരാൾ അവളെ വിവാഹമന്വേഷിച്ചു. ഫഖബിലത്ത്, അവളത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ പേരിലുള്ള ദേഷ്യത്തിൽ ഫഖതൽതുഹ, ഞാൻ അവളെ വധിച്ചു കളഞ്ഞു. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് പാപമോചനമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയോട് വന്നുകൊണ്ട് അന്വേഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ തിരിച്ചു ചോദിച്ചത്, അലക്ക വാലിദ, അലക്ക വാലിദ, നിനക്ക് നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ വ അക്സിർ മിനൽ അമാലി സ്വാലിഹ, നീ സഹോദര, നീ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക, അതോടുകൂടി ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യുക. തുമ്മ ഖറജ റജുലു മിനൽ ഹൽഖത്തി ഫജാഅ അത്വാഉൻ അഹദു തലാമീദി ഇബ്നു അബ്ബാസ്, അങ്ങനെ ആ സഹോദരൻ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും അവിടെയുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അത്താ അദ്ദേഹത്തോട് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യബ്ന അമ്മി റസൂലില്ല അറാക സഅൽത റജുല അൻ ഉമ്മിഹി, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തോട് ഉമ്മയെക്കുറിച്ച് ചോദിച്ചത് എന്ന്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിന് കൊടുത്ത മറുപടി, വല്ലാഹി ലാ അഅലമു അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ബിരിൽ വാലിദ, വല്ലാഹി, പടച്ചവനാണ് സത്യം, ലാ അഅലമു, എനിക്കറിയില്ല, അമലൻ, ഒരു കർമ്മത്തെക്കുറിച്ചും, അഹബ്ബ ഇലല്ലാ, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മിൻ ബിരിൽ വാലിദ, ഉമ്മക്ക് നന്മ ചെയ്യുക എന്നതിനേക്കാൾ ഒരു കർമ്മത്തെക്കുറിച്ചും എനിക്കറിയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഇതിൽ നിന്നുള്ള പാഠം വിശദീകരണങ്ങളില്ലാതെ നമുക്ക് വ്യക്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉമ്മക്കുള്ള സ്ഥാനം അത്ര വലുതാണ്. ഉമ്മ എന്ന പദം കേൾക്കാൻ തന്നെ ഏറെ മധുരമുള്ളതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും മാറ്റി നിർത്തിയാൽ ലോകത്ത് ഉമ്മ എന്ന അനുഗ്രഹത്തെ അനുഭവിക്കാതെ ഒരു മനുഷ്യനും പിറവിയെടുത്തിട്ടില്ല. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലല്ലാതെ പിന്നീട് ഇക്കാലഘട്ടം വരെ ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയിട്ടില്ല. ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യരും ആദ്യമായി തിരിച്ചറിയുന്നത് സ്വന്തം ഉമ്മയെയാണ്. സ്വാഭാവികമായ നിലക്ക് നമ്മൾ ഓരോരുത്തരും ആദ്യം വിളിച്ചിട്ടുണ്ടാവുക ഉമ്മ എന്നായിരിക്കും. നമ്മളോടൊപ്പം ഇടപഴകി ജീവിച്ച മനുഷ്യരിൽ ഉമ്മയുടെ അത്ര നമ്മളെ സ്നേഹിക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ ഇല്ല, ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്കനുവദിച്ച് നൽകിയ മനുഷ്യായുസ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കാലമെന്ന് പറയുന്നത് ഒരുപക്ഷേ നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരിക്കും. മക്കൾ എന്തൊക്കെ അക്രമം പ്രവർത്തിച്ചാലും 10 മാസക്കാലം വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് മക്കളെ ഒരിക്കലും വെറുക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ തിരുദൂതൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രഖ്യാപിച്ചു, കൂടെ കഴിയുന്നവരിൽ നമ്മൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് ഉമ്മയോടാണ്, അല്ല പിന്നെയും ഉമ്മയോടാണെന്ന് ഹദീസ് നമുക്കറിയാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്തുള്ള ഉപദേശങ്ങൾ ഏറെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത്രയും നമ്മൾ ഓരോരുത്തരും വളരെ സുരക്ഷിതമായ ഒരു സംരക്ഷണ വലയത്തിനകത്തായിരിക്കും. എത്ര പ്രായാധിക്യത്തിലെത്തിയാലും ഓരോ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് നിറയെ തൻ്റെ മകനെ, തൻ്റെ മകളെ പടച്ചവനെ നീ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥന അല്ലാഹു തട്ടിമാറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രാർത്ഥന ഏറ്റുവാങ്ങി ജീവിക്കുന്ന കാലഘട്ടം തന്നെയായിരിക്കും ഒരു മനുഷ്യായുസ്സിൻ്റെ സുവർണമായ കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ
ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.